ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ഇപ്പോൾ മുരിങ്ങയ്ക്കയുടെ സീസണാണല്ലോ. ഏത് കടയിൽ ചെന്നാലും ശരിക്കും മുരിങ്ങയ്ക്ക വച്ചിട്ടുണ്ട്. വളരെ വില കുറവുമാണ്. ധാരാളം പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ മുരിങ്ങയ്ക്ക കൊണ്ട് നമുക്ക് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുകൊണ്ട് ഡാലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും നീളത്തിലുള്ള മുരിങ്ങയ്ക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മസൂർ ഡാൽ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം സാധാരണ തോരപ്പരിപ്പ് എടുക്കാവുന്നതാണ്. മുരിങ്ങയ്ക്ക് ചെറുതായി അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇതും ഈ ഡാലും കൂടി ഒരു കുക്കറിലേക്ക് ഇടാം. ഈ മസൂർ ഡാൽ പെട്ടെന്ന് തന്നെ വേകുന്നതാണ്, അതുകൊണ്ട് കുതിർക്കേണ്ടതൊന്നും ആവശ്യമില്ല. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ ടൊമാറ്റോയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡാലും മുരിങ്ങയ്ക്കായി നന്നായിട്ട് വെന്തിട്ടുണ്ട്. 3 വിസിൽ കേൾപ്പിച്ചു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായവരായാലും കുട്ടികളായാലും ഒക്കെ മുരിങ്ങയ്ക്ക കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികളൊക്കെ മുരിങ്ങയ്ക്ക കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കൂടുതലും അതിൻ്റെ മാംസളമായിട്ടുള്ള ഭാഗം വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം ഒരു അരിപ്പിലൂടെ ഇങ്ങനെ അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ഇതിൽ കോല് മാത്രമേ ബാക്കി കാണുകയുള്ളൂ. അതിൻ്റെ മാംസളമായിട്ടുള്ള ഭാഗം അത്രയും നല്ലതുപോലെ വെന്തത് കൊണ്ട് ഈ അരിപ്പിലൂടെ നമുക്ക് കിട്ടും. ഇതുപോലെ കുറച്ച് കണ്ണകലമുള്ള അരിപ്പെടുത്താൽ മുഴുവനും ജ്യൂസ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ തേങ്ങയുടെയൊക്കെ 2ാം പാൽ എടുക്കുന്നത് പോലെ ഈ മുരിങ്ങക്കോലിലും കുറച്ച് വെള്ളമൊഴിച്ച് ഇതുപോലെ അരിച്ചെടുത്താൽ നല്ലൊരു സൂപ്പ് റെഡിയാക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് താളിക്കാനായിട്ട് പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകവും 2-3 വറ്റൽ മുളകും കൂടി ഇടാം. ഇതിൽ ഞാൻ കടുക് ചേർത്തിട്ടില്ല. സാധാരണ ഡാലിൽ കടുക് ചേർക്കാറില്ല. ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഈ ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ സവാള ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇത് ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതില്ലെങ്കിൽ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഈ സവാളയോടൊപ്പം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിൽ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇത് നാടൻ ടൊമാറ്റോയാണ്. ചെറിയതായിട്ട് പുളിയുണ്ട്, അതുകൊണ്ട് ഈ ഡാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിൽ ഇനി പച്ചമുളക് ചേർക്കാം. 1-2 പച്ചമുളക് ചേർക്കാവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ ടൊമാറ്റോ പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും. ഇനി ഇതിൽ മസാല ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കായവും കൂടി ചേർക്കാം. ഈ മസാലയൊക്കെ മൂക്കട്ടെ. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഈ ഡാൽ ചേർക്കാം. എത്രമാത്രം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു ഡാലാണെന്ന് നോക്കിക്കേ. ദിവസവും കഴിക്കാവുന്നതാണ് ഇത്തരം ഡാൽ. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് എപ്പോഴും ലാസ്റ്റിൽ ചേർക്കുന്നതാണ് നല്ലത്. കൂടുതൽ കറിയിൽ പിടിക്കുകയില്ല. ഇപ്പോൾ സാധാരണ എല്ലാവർക്കും ബിപിയും ഷുഗറും ഒക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ കൺട്രോളിൽ നിർത്താവുന്നതാണ്. ആവശ്യാനുസരണം മല്ലിയില തൂകി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഡാൽ കറി ചപ്പാത്തിയോടും പൊറോട്ടയോടും പൂരിയോടും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മുരിങ്ങയ്ക്കയുടെ നല്ലൊരു ഫ്ലേവറാണ് ഇതിലുള്ളത്. കംപ്ലീറ്റ് മുരിങ്ങയ്ക്ക ഇതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. ഇത് തന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് തിളപ്പിച്ച് ലൂസാക്കി എടുത്താൽ നല്ലൊരു സൂപ്പായി. സൂപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ മസാലയൊന്നും ചേർക്കണ്ട. ഒരല്പം ബട്ടറോ നെയ്യോ ഒഴിച്ചിട്ട് അതിലല്പം ജീരകപ്പൊടിയും അല്പം നാരങ്ങാ നീരും ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കാവുന്നതാണ്. ഒരു 11 മണി സമയത്തൊക്കെ കുടിച്ചാൽ നല്ലൊരു ഫില്ലിംഗ് ആണ്, വളരെ ഹെൽത്തിയുമാണ്. ഞാനിപ്പോൾ ഇത് ചോറിനോടൊപ്പമാണ് കഴിക്കുന്നത്. ചീരത്തോരനുമുണ്ട്, ചൂരമീൻ വറ്റിച്ചെടുത്തതുമുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.